ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് എങ്ങോട്ടാ പോകണമെന്നറിയോ? കാളികാവ് ഒരു ഹിമ വൃദ്ധസദനം ഉണ്ട് കേട്ടോ, അങ്ങോട്ടാണ് പോണത്. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അവിടെ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന്. പിന്നെ എന്താ പറയുക, കുറച്ച് പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കളെയൊക്കെ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടേണ്ട ആ ഒരു ടൈമിലാണല്ലോ, ആ പ്രായം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവിടെ എല്ലാവരും അവിടെ അങ്ങനെ ഒരു വൃദ്ധസദനം ഉണ്ടായി വരുന്നതിനെ പ്രായമായ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ എന്താ പറയുക, ആ പ്രായത്ത് കുറച്ച് സ്നേഹവും പരിചരണമൊക്കെ നമുക്ക് കിട്ടിയാൽ മതി. അത് നമ്മളെ മക്കൾ നമുക്ക് തരട്ടെ എന്ന് നമുക്ക് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നോക്കും, ആ ഒരു മനസ്സ് നമുക്കുണ്ട്. പക്ഷെ നമ്മളെ മക്കൾ നമ്മളെങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇപ്പോൾ അത്രയും പ്രായമാകുമ്പോൾ എന്തായിരിക്കും നമ്മളെ അവസ്ഥ ഒന്നും ആർക്കും പറയാൻ പറ്റൂല. ഹലോ, നമ്മളിപ്പോൾ ഒന്ന് ഇവിടെ കാളികാവ് അടക്കാക്കുണ്ട് ഹിമ വൃദ്ധസദനത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണിന്ന് ഇവിടേക്ക് ഇന്നുള്ള ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെ കൂടെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക, പിന്നെ ഇവരെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലൊക്കെ ഒന്ന് പങ്കു ചേർന്നിട്ട് തിരിച്ചു പോവുക, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇന്ന് വരുന്നുണ്ട്, യൂട്യൂബേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ബർത്ത്ഡേ, അതുപോലെ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതുപോലെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കാരണം അതിനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പിന്നെ ഫുഡ് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മക്കളെ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ പിന്നെ മധുരം കഴിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിലൊരു പങ്ക് നമുക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കും കൊടുക്കുക. അതാണ് പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ആയാലും എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് മാത്രം ആഘോഷിക്കുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവരും കൂടി അതിൻ്റെ ഒരു പങ്ക് പറ്റുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പടച്ചോൻ്റെ അടുത്തേക്കും പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഹിമ ഹോം കെയർ, ഈ ഹിമ വൃദ്ധസദനത്തിൽ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങേറ് തോന്നി മനസ്സിൽ കേട്ടോ. പഠിച്ചവനെ ഒരുവിധം പ്രായമായാൽ നോക്കാൻ ആളില്ലാത്ത ആൾക്കാരൊക്കെ നോക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ഇതെന്ന്. അപ്പോൾ ഇവിടുത്തെ ഉസ്താദ് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇവിടുത്തെ ആൾക്കാരെ വീഡിയോ എടുത്തിട്ട് എന്താ പറയുക, അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവരുതെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് പരമാവധി നമ്മൾ സ്നേഹം കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവരൊന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടു, പ്രായമായ ഉപ്പാനെയും ഉമ്മാനെയും അച്ഛനെയും അമ്മേനെയും ഒക്കെ ഞങ്ങളിവിടെ കണ്ടു. പിന്നെ ഞങ്ങളോട് അവർ കുറച്ച് പേരൊക്കെ സംസാരിച്ചു, നിങ്ങളെപ്പോഴും എങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരണം, നിങ്ങളെ കാണുമ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഹാളാണ്, ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുന്നത് കേട്ടോ. ആ ഹാളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതുണ്ട്, പിന്നെ ഞങ്ങൾക്ക് പരിപാടി ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ പ്രത്യേകം കണ്ടോ, സന്ദർശകർ ഓഫീസിൽ നിന്നും അനുമതി വാങ്ങുക, അങ്ങനെ ആരെയും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഓടിക്കയറി ചെല്ലാൻ പറ്റൂല. ഈ ഹിമ ഹോം കെയറിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് നല്ല സംരക്ഷണമാണ് കേട്ടോ, നല്ല സ്നേഹമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി. നല്ലൊരു പ്രൊട്ടക്റ്റ് നൽകുന്ന ഒരു സെൻ്ററാണ് കേട്ടത്. മല്ലൂസ് ഫാമിലി എത്തി. മല്ലൂസ് ഫാമിലിനെ എല്ലാവരും അറിയുമെന്ന് വിചാരിക്കുന്നു. ആഷിഖ് മോന്, അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും 3-4 ആൾക്കാർ എത്തിയിരുന്നു കേട്ടോ. കമറൂസ് ഗാർഡൻ, പടിക്കാട് കിച്ചൻ, കുട്ടിമാനും കുഞ്ഞോളും. അതാരാ?
ആമിർ റംസീനി മക്കളെ ആസ്മ അത് രാവിലെ വീട്ടില് പണി എന്തൊക്കെ പാടുപെടാൻ ആ കണ്ടു പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞേ എനിക്ക് ഇന്നൊക്കെ ഇല്ലേക്കണ്. ഒന്നിച്ച് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചെറിയ ചെറിയ വീടുകൾ കേട്ടോ. 2-3 ആൾക്കാരൊക്കെ താമസിക്കുന്ന 2-3 റൂമുള്ള ചെറിയ ചെറിയ കുഞ്ഞു വീടുകളാണ്. ഇതിലൊക്കെ അവർക്ക് അവരെ നോക്കാൻ ഹോം നേഴ്സും ഉണ്ട്. പിന്നെ ഡോക്ടറാണ് ഇല്ലാത്തത്. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാൻ പെട്ടെന്ന് ഇവിടെ ഡോക്ടർ എത്തും. നല്ല കെയറിങ് ആണ് കേട്ടോ. ഇവിടെ ഈ ഹിമയിലുള്ള എല്ലാവർക്കും നല്ല കെയറിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട് അറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. ഇവിടെ നഴ്സുമാരാണ് ഇരിക്കുന്നത്. ഓരോ ഹൗസിൻ്റെ മുന്നിൽ ആൾക്കാരുണ്ട് അവരെ കെയറിങ്ങിനായിട്ട്. പിന്നെ ഇവിടെ നല്ല ഭക്ഷണമാണ് അവർക്ക് കൊടുക്കുന്നത്. നല്ല സ്നേഹവും പരിചരണവും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അൽഹംദുലില്ലാ നല്ല സന്തോഷം തോന്നി. എന്തൊക്കെ ആയാലും എന്താ പറയുക, ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു വിഷമാണ്. ഏതായാലും ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നത് നല്ല സന്തോഷവും സംരക്ഷണം തന്നെയാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മൊമെൻറ്റോ തരുന്നുണ്ട് കേട്ടോ. മൊമെൻറ്റോ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ഡയമണ്ടിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അത് പറയണത് ഞങ്ങൾക്ക് മൊമെൻറ്റോ തരുന്നത് ഈ ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ഡയമണ്ട്സ് വണ്ടൂർ ജ്വല്ലറിക്കാരാണ് ഞങ്ങൾക്ക് മൊമെൻറ്റോ തരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റോ തരുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഈ ജ്വല്ലറിയിൽ ഞാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കളക്ഷനും സെലക്ഷനും ഉണ്ട്. എല്ലാവർക്കും പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് റിങ്സ്, ചെയിന്, വളകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ ജ്വല്ലറിയിൽ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വിവാഹം എന്തെങ്കിലും ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഒക്കെ വാങ്ങാൻ പറ്റണ എല്ലാ സകലതും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെയുള്ള അന്തേവാസികളെ എല്ലാവരും പോയി കണ്ട് സംസാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഈ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വക ഇവർക്ക് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഒരു മീറ്റപ്പ് നടത്തിയതാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കും അതിൻ്റെ ഒരു ഭക്ഷണം കിട്ടിയല്ലോ. ഇവിടെ നമ്മൾ ഒരു നേരം ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ പോലും ഇവർക്ക് അത്രയും സന്തോഷമാണ്. ഇവിടെ അവർക്ക് ഒന്നിനൊരു കുറവുണ്ടായിട്ടൊന്നുമല്ല, നമുക്കൊരു സമാധാനമാണ്, സന്തോഷമാണ്. ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഇവിടെ ഹാളിൽ ഇവിടുത്തെ ഉസ്താദ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉള്ള അന്തേവാസികളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ഉസ്താദിൻ്റെ വർത്തമാനത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഉള്ളവർ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇവിടെയുള്ള ആൾക്കാർ നല്ല പരിചരണത്തിലും സ്നേഹത്തോടും കൂടി തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാരെ പരിചരിക്കുന്നത്, സന്തോഷിപ്പിക്കണത് ഉസ്താദിൻ്റെ വർത്തമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എന്താ പറയുക ഒരു ജ്വല്ലറിയിൽ നിന്ന് ഞങ്ങൾക്കൊരു മൊമെൻ്റ് ഉണ്ട് കേട്ടോ. അത് വാങ്ങണുണ്ട്. കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടി കുറേ സമയം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുവരെ കാണാത്ത പല ആൾക്കാരും വന്ന് കണ്ടു. ഒരുപാട് ആൾക്കാരെ യൂട്യൂബേഴ്സിനെ ഞാൻ കാണാത്തതുണ്ടായിരുന്നു. അവരൊക്കെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റി. പിന്നെ ഞങ്ങൾക്ക് ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ഡയമണ്ട്സ് വണ്ടൂരിൻ്റെ വക മൊമെൻ്റോ തരുന്നുണ്ട്
പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ KL മലപ്പുറം വ്ളോഗാണ് ഞങ്ങൾക്ക് ശരിയാക്കി തന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് KL ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ നിന്നും ഞങ്ങളിങ്ങനെ പൈസ കളക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്നും ഞങ്ങൾ ഭക്ഷണത്തിൻ്റെത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു സംഖ്യ ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാനും പറ്റി. അപ്പോൾ ആ ഒരു സന്തോഷത്തിലും കൂടിയാണ്. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ഇപ്പോൾ KL ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ സംസാരങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് കലാപരിപാടികൾ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ സംസാരിച്ചു. പിന്നെ അവരവരുള്ള മൊമെൻറ്റോ കൈമാറി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ മുറ്റത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ സമയം ഇവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി എല്ലാ വർഷവും ഇൻഷാ അള്ളാ ഇങ്ങനെ ഒരു മീറ്റപ്പ് ഇവിടെ നടത്തണം തന്നെയാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എവിടെ ഏതൊരു ഓഡിറ്റോറിയത്തിൽ പോയി നമ്മൾ എന്തൊക്കെ പരിപാടി നടത്തിയാലും ഇവിടെ നടത്തുന്ന പോലെ ഒരു സന്തോഷം സംതൃപ്തി നമുക്ക് കിട്ടൂല, അത് ഉറപ്പാണ്. എന്താ പറയുക, അത്രയും ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇനി ആർക്കെങ്കിലും ഇങ്ങോട്ട് പൈസ കൊടുക്കാനോ ഭക്ഷണത്തിന് പൈസ കൊടുക്കാനോ അല്ലാതെ ഇവരെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പൈസ കൊടുക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവരെ നമ്പർ ഇതിൽ കോണ്ടാക്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരെ ബന്ധപ്പെടാം. പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് അതിൽ പൈസ അയച്ചു കൊടുക്കാം. എന്തായാലും ഇവിടേക്ക് നമ്മൾ എത്ര ക്യാഷ് കൊടുത്താലും ഭക്ഷണങ്ങൾ കൊടുത്താലും നമുക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. നമുക്ക് അതിൻ്റെയൊക്കെ ബർക്കത്തും അതിൻ്റെയൊക്കെ പുണ്യം നമ്മളെ ജീവിതത്തിൽ തന്നെ നമുക്ക് കിട്ടും, അത് ഉറപ്പാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അവർക്ക് ഒന്നിനൊരു കുറവില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് പടച്ചോൻ്റെ അടുത്തൊക്കെ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. ഞാനും അതെ ഇതുപോലുള്ളൊരു മീറ്റപ്പിൽ ഇങ്ങനെയുള്ളൊരു ഹോം കെയറിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ സമയം ഞങ്ങൾ വീഡിയോ എടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. കുറച്ച് ക്യാഷ് ബാലൻസ് ഉള്ളത് ആ ഉസ്താദിനെ ഏൽപ്പിക്കുന്നതാണ് കണ്ടത്. കുറച്ച് പൈസ ഞങ്ങൾ കളക്ട് ചെയ്തിരുന്ന കുറച്ച് പൈസ ബാലൻസ് വന്നപ്പോൾ അത് ഉസ്താദിനെ ഏൽപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പോൾ അതിലൊരാളാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞാണിയാക്കി ഞാനും കൂടെ എന്നിട്ട് അങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഇവിടെ കാളികാവ് അടക്കാക്കുണ്ട് ഹിമ ഹോം കെയർ വൃദ്ധസദനം ആണെങ്കിൽ പോലും ഹോം കെയർ എന്നാണ് അവിടെ മെയിനായിട്ട് പേര് കൊടുത്തിട്ടുള്ളത്. ഹിമ ഹോം കെയർ എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കാരണം അതൊരു വീട് തന്നെയാണ്, ഒരു കുടുംബമാണ്, വീട് പോലെ. ക്രിസ്ത്യാനികൾ അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മുസ്ലിങ്ങൾ അവരുടെ പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരേ പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു കുടുംബം പോലെയാണ് അവിടെ എല്ലാവരും കഴിഞ്ഞു പോണത്. പിന്നെ ഞങ്ങൾക്ക് കൈമാറാനുള്ള മൊമെൻ്റോയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ മൊമെൻ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ഡയമണ്ട്സിൻ്റെ ആ ജ്വല്ലറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ജ്വല്ലറി പോയിട്ട് വാങ്ങിക്കണം കേട്ടോ. ഇവിടെ വണ്ടൂരാണ്. നല്ല സെലക്ഷനും കളക്ഷനൊക്കെ ഉള്ളൊരു നല്ലൊരു ബ്യൂട്ടിമാർക്ക് ഗോൾഡ് ഡയമണ്ട്സ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സെലക്ഷനും കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതും കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യും. എല്ലാവരും മറക്കാതെ അത് കാണണം. ആരെങ്കിലുമൊക്കെ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പണിക്കൂലി കുറവ്.
അപ്പൊ ഇനി നമ്മള് ഇതിലാറ് വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് ഇതിലാറ് വലിയൊരു എമൗണ്ട് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് എല്ലാവരും നിറഞ്ഞ കഴിയണം.